നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന് പിന്നിൽ കടബാധ്യതയാണ് എന്ന അഫാന്റെ മൊഴി. അതിൽ അന്വേഷണ സംഘം ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ അത് ഉറപ്പിക്കുമ്പോഴും മറ്റെന്തെങ്കിലും കാരണം കൂടി ഇത്തരത്തിലൊരു കൂട്ടക്കൊലപാതകത്തിന് പിന്നിലുണ്ടോ, മറ്റൊരു കാരണം കൂടി ഉണ്ടാകാനുള്ള സാധ്യത അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. ഓടി നടന്ന് 6 പേരെ ഉപദ്രവിക്കുമ്പോൾ അതിൽ 5 പേർ കൊല്ലപ്പെടുമ്പോൾ അതിനു പിന്നിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പകയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള തക്കതായ കാരണങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന നിഗമനം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകും. ഇത്രയും കാലം അഫാൻ ആശുപത്രിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല. കൊലപാതകങ്ങൾക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണം കൂടി ഉണ്ടെങ്കിൽ അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്താലേ അറിയാൻ കഴിയുള്ളൂവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ വെഞ്ഞാറമൂട് SHO അനൂപ് കൃഷ്ണ വ്യക്തമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, അഫാന്റെ പിതാവ് റഹീമിനെയും അഫാനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനും പോലീസ് സംഘം ശ്രമിക്കുന്നുണ്ട്. കാരണം ഇരുവരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നൊരു നീക്കത്തിൽ കൂടി ഈ അന്വേഷണ സംഘം കടക്കുന്നത്. എലിവിഷൻ കഴിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന അഫാന്റെ ആരോഗ്യ പുരോഗതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് പ്രതിയെ ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റും. തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പും വിശദമായ ചോദ്യം ചെയ്യലും നടത്തുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഈ പ്രതിയുടെ 2ാമത്തെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു. തേമ്പാമൂട് പേരുമലയിലെ വീട്ടിൽ സഹോദരൻ അഫ്സാനെയും സുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയ കേസിലും മാതാവിനെ ആക്രമിച്ച കേസിലുമാണ് ഇന്നലെ രാവിലെ 11 മണിയോടെ വെഞ്ഞാറമൂട് SHO അനൂപ് കൃഷ്ണന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പാങ്ങോട്ടുള്ള കുടുംബ വീട്ടിലെ മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ നേരത്തെ തന്നെ അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതാണ്. കടബാധ്യതയാണ് ഈ കൂട്ടക്കൊലപാതകത്തിലേക്ക് അഫാനെ നയിച്ചത് എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു നിഗമനം. ഗൾഫിലുള്ള പിതാവ് റഹീം വീട്ടിലേക്ക് പണം അയക്കാതെയായിട്ടും അഫാന്റെ കുടുംബം നയിച്ച ആർഭാട ജീവിതം അത് കടക്കണിയിലേക്ക് ഇവരെ നയിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് കൊലപാതകത്തിലേക്കും കാര്യങ്ങൾ എത്തിയത്. കടം നൽകിയ ബന്ധുക്കളുടെയും വായ്പ എടുത്തിരുന്ന ധനകാര്യ സ്ഥാപനങ്ങളിലുള്ളവരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് കടബാധ്യത പോലീസ് ഉറപ്പിച്ചത്. എന്നാൽ അഫാന്റെ പിതാവ് റഹീമിന് ഇത് അറിയില്ലായിരുന്നുവെന്നും പോലീസ് പറയുന്നു. പിതാവിന്റെ ബിസിനസ് തകർന്നതോടെ 2022 മുതൽ വരുമാനം കുറഞ്ഞു. 6 മാസം മുൻപ് പൂർണ്ണമായും റഹീം പണം അയക്കാതെയായി. പക്ഷേ ആർഭാട ജീവിതം ഒഴിവാക്കാൻ അഫാനും കുടുംബവും തയ്യാറായില്ല. പല ആവശ്യങ്ങൾക്കായി, പ്രത്യേകിച്ച് ആശുപത്രി, അതുപോലെ തന്നെ അനുജന്റെ വിദ്യാഭ്യാസം, ഇത്തരത്തിലുള്ള നിത്യ ചെലവുകൾക്കും അതുകൂടാതെ ആർഭാടത്തിനുമായി ബന്ധുക്കളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഇവർ പണം കടമെടുത്തു തുടങ്ങി. പണം തിരികെ ചോദിക്കുന്നവർക്ക് മറ്റൊരാളിൽ നിന്ന് പലിശയ്ക്ക് പണം കടമെടുത്തു നൽകി. അങ്ങനെ പലിശയുൾപ്പെടെ കടബാധ്യത വർദ്ധിക്കുകയായിരുന്നു. 65 ലക്ഷത്തോളമായിരുന്നു ഇവരുടെ കടം. പക്ഷേ സംഭവം അറിഞ്ഞെത്തിയ പിതാവ് റഹീം 65 ലക്ഷം കടബാധ്യത എന്ന മകന്റെ മൊഴിയെപ്പറ്റി തനിക്ക് അറിയില്ലെന്നും വിദേശത്ത് 15 ലക്ഷത്തിന്റെയും നാട്ടിൽ 12 ലക്ഷത്തിന്റെയും കടമുണ്ടാകുമെന്നുമാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ കടബാധ്യതയിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോഴും ആ ഒരു കണ്ടെത്തലിൽ അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് എങ്കിൽ പോലും മറ്റെന്തെങ്കിലും കാരണം കൂടി ഉണ്ടോ എന്നും വിശദമായി അന്വേഷിക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്ന ഒരു വിവരമാണ് ബന്ധുക്കളായ 2 പേരെ കൂടി ഇയാൾ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു എന്ന വിവരം. എന്നാൽ അവസാന നിമിഷം ഈ ഒരു പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. ഏറെ അടുപ്പമുണ്ടായിരുന്ന അനുജൻ അഫ്സാനെ കൊല ചെയ്തു. ഇതോടെ മനോധൈര്യം ചോർന്നുപോയി. തുടർന്ന് മറ്റ് കൊലകൾക്കുള്ള പദ്ധതി ഉപേക്ഷിച്ച് കീഴടങ്ങി എന്നാണ് കൗൺസിലിംഗിനിടെ അഫാൻ വെളിപ്പെടുത്തിയത്. മാതാവ് ഷെമിയുടെ ബന്ധുവായ സ്ത്രീയെയും അവരുടെ മകളെയുമാണ് കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടത്. ഇവരോട് 5 ലക്ഷം രൂപ ചോദിച്ചു. പക്ഷെ നൽകിയില്ല. അതുകൊണ്ടാണ് ഇവരെയും കൂടി കൊല്ലാം എന്ന ഒരു പദ്ധതിയിലേക്ക് അഫാൻ എത്തിയത്. ഇവരിൽ നിന്ന് വാങ്ങിയ പണത്തിന് ഇരട്ടിയോളം പലിശ ഈടാക്കി ഇതും ഇവരെ കൊല്ലുക എന്ന തീരുമാനത്തിലേക്ക് എത്തിക്കാൻ അഫാനെ നയിച്ചു. പക്ഷേ ആ പദ്ധതി വിഫലമായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.